എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് ആൻസൈറ്റിയാണ്, എനിക്ക് സ്ട്രെസ്സാണ്, എനിക്ക് ടെൻഷനാണ്. പക്ഷേ ശരിക്കും എന്താണ് ഡിപ്രഷൻ നിങ്ങൾക്ക് അറിയാം? സൊസൈറ്റിയിൽ സ്ഥിരം നടന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മടി കാരണം കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അയാൾ ഒരു കാരണമായിട്ട് കണ്ടെത്തുന്ന ഒരു സംഭവം മാത്രമാണ് ഡിപ്രഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, ഒരു ഗേൾ ഫ്രണ്ട് നിങ്ങളെ കളഞ്ഞിട്ട് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷൻ ആവും. അല്ലെങ്കിൽ നിങ്ങളൊരു പരീക്ഷ എഴുതി നിങ്ങൾ തോറ്റു എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിന് വേണ്ട എഫേർട്സോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കേസിൽ നിങ്ങൾ ഡിപ്രഷൻ ആവും. ഇതാണോ ഡിപ്രഷൻ? നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒറ്റ ദിവസം കൊണ്ട് ഒരു അച്ഛനും അമ്മയും മരിച്ചു പോയ ഒരാൾ, അല്ലെങ്കിൽ ജീവിതത്തിലുള്ള എല്ലാവരും ഒറ്റ ദിവസം നഷ്ടപ്പെട്ട ഒരാൾ, ഇയാൾ ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ പോകുന്നു. നിങ്ങളുടെ ഒരു ചെറിയൊരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്രഷൻ അവസ്ഥയിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മടി കാരണം ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ പോകുന്നു നിങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏത് സെനറിയിലാണ് ശരിക്കും ഡിപ്രഷൻ? നിങ്ങൾ മടിയെ അല്ലെങ്കിൽ ഒരു വിഷമത്തെ ഡിപ്രഷൻ വിളിക്കുന്നവരൊന്നും ശരിക്കുമുള്ള ഡിപ്രഷൻ പറഞ്ഞിട്ടില്ല. ശരിക്കും ഡിപ്രഷൻ സ്റ്റേറ്റിലുള്ളവരെ അറിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരുമ്പം ഡു സംതിങ് മോർ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ